SIR ശേഷം കുറയുകയാണ് ഉണ്ടായത്. അതായത് 2021 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 94 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം തീവ്ര പരിഷ്കരണത്തിന് ശേഷം കുറഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ നടത്തും 94 മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ കുറഞ്ഞത്, അത് വലിയ നമ്പറാണ്, 47,647 വോട്ടർമാരുടെ കുറവുണ്ടായത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് എന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വന്ന് വോട്ട് ചെയ്യാൻ പറ്റുന്ന വോട്ടർമാർ ഏറ്റവും അവസാനം പുതുക്കിയ വോട്ടർ പട്ടികയിൽ ആ വോട്ടർ പട്ടിക നിലവിൽ വന്നിട്ടും 71 മണ്ഡലങ്ങളിൽ, എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ 21-നേക്കാൾ പോളിംഗ് കുറയുകയാണ് ചെയ്തത്. രണ്ടായിരത്തി 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ 2.09 കോടി വോട്ടർമാരാണ് വോട്ട് ചെയ്തതെങ്കിൽ ഇപ്പോഴത് 2.08% കുറഞ്ഞു. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ വോട്ടിന്റെ എണ്ണം കുറയുകയാണ് ഉണ്ടായത്. അസാധാരണമായ വോട്ട് വർധനവുണ്ടായി എന്ന പ്രചരണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് UDFകാരും BJPക്കാരും ഇവരുടെ രണ്ട് മുന്നണിയും വലിയ രീതിയിലുള്ള പണക്കൊഴുപ്പ്, പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആണ് എന്ന് കാണാൻ കഴിയും. അതിൽ പണമുണ്ട്, കിറ്റുണ്ട്, സാരിയുണ്ട്, മറ്റു പല സാധനങ്ങളുമായി ഈ രണ്ട് വിഭാഗവും ശക്തിയായിട്ട് വോട്ടർമാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെയുള്ള ചില വൈകൃതങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിലുള്ള വോട്ട് പണം കൊടുത്ത് പിടിക്കുന്നത് നേരിട്ട് കാണുന്നൊരവസ്ഥ അതുവരെ കേരളത്തിൽ കാണുകയുണ്ടായി. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനമാണ് LDFന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അതിതീവ്രമായ ചൂടിന് അവർ വ്യാപകമായി ജനങ്ങളെ കാണാനും തുടർച്ചയായി സ്ക്വാഡ് പ്രവർത്തനം നടത്താനും ഒക്കെ അഹോരാത്രം ജോലി ചെയ്യുന്ന നില ഉണ്ടായി. ജോലിയെല്ലാം ഉപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലിറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെയിലത്ത് എല്ലാ പ്രയാസങ്ങളും സഹിച്ച് പ്രവർത്തിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അവരെല്ലാം നടത്തിയിട്ടുള്ള ത്യാഗപൂർണമായ പ്രവർത്തനത്തിന് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതേപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് നടപ്പിലാക്കിയ നേട്ടങ്ങളും വർഗീയ സംഘർഷങ്ങളില്ലാത്ത സൗഹാർദ്ദപരമായ അന്തരീക്ഷം, മതനിരപേക്ഷത സൃഷ്ടിച്ച കേരളത്തിൻ്റെ പശ്ചാത്തലവും വളരെ വലിയ മതിപ്പോടുകൂടിയാണ് ജനങ്ങൾ വീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ തുടരണമെന്ന കാഴ്ചപ്പാട് പൊതുവിൽ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. LDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് വലിയ അംഗീകാരം നൽകുന്ന സ്ഥിതിയും ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.